ജമോനിയ ഗ്രാമത്തിൽ റീമ തന്റെ അമ്മയോടും അച്ഛനോടുമൊപ്പം ജീവിച്ചിരുന്നു. ആ ഗ്രാമത്തിൽ വൈദ്യുതി സൗകര്യം ഇതുവരെ എത്തിയിട്ടേയില്ല. അവിടെയുള്ള ജനങ്ങളെല്ലാം ചന്ദ്രന്റെ വെളിച്ചത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അച്ഛാ, ചന്ദ്രൻ വളരെ നല്ലയാളാ. കാരണം നമ്മൾ രാത്രിയിൽ പോലും ജോലി ചെയ്യാനായി ചന്ദ്രൻ വെളിച്ചം നൽകുന്നു. ഓ അത് ചന്ദ്രൻ ഭൂമിയിലുള്ളവർ സംസാരിക്കുന്നതെല്ലാം കേട്ട് എപ്പോഴും ഒരുപാട് സന്തോഷപ്പെടുമായിരുന്നു. ഇപ്പോൾ വേനൽക്കാലമായിരുന്നു. അപ്പോൾ ഒരു ദിവസം റീമയുടെ അച്ഛൻ കൃഷിനിലത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. റീമയും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നു. അച്ഛാ, ഈ സൂര്യൻ എന്ത് ദുഷ്ടനാണ്! നമ്മളെ എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നു. ഇയാളെക്കാൾ ചന്ദ്രനാണ് നല്ലയാൾ. അല്ല മോളെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സൂര്യൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അച്ഛാ, എന്നാൽ ഇയാൾ നമുക്ക് വെയിൽ തന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുമല്ലേ? നോക്കു മോളെ, സൂര്യൻ നമുക്ക് ബുദ്ധിമുട്ട് തന്നാലും നമുക്ക് അത് ഒരുപാട് സഹായവും ചെയ്യും. റീമയ്ക്ക് അവളുടെ അച്ഛൻ പറഞ്ഞത് മനസ്സിലാക്കാനേ സാധിച്ചില്ല. അതുകൊണ്ട് അവൾ മനസ്സിനുള്ളിൽ തന്നെ സൂര്യനെ വഴക്ക് പറഞ്ഞു. അവിടെ ചന്ദ്രനും ഇതെല്ലാം കേട്ട് ഒരുപാട് സന്തോഷിച്ചു. കണ്ടു സൂര്യ, ജനങ്ങൾ നമ്മെ എത്ര പുകഴ്ത്തുന്നുവെന്ന്. ഓ, നാം കാണുന്നുണ്ട്. അപ്പോഴാണ് അവിടെ നിന്നും 15 കിലോമീറ്റർ ദൂരെയുള്ള ഖുഷി നഗറിൽ സുരേഷിനും ഗീതയ്ക്കും കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായ ഒരു ചുഴലിക്കാറ്റ് വീശിയതുകൊണ്ട് ആ ഗ്രാമത്തിൽ മുഴുവനും കറണ്ട് കട്ടായി. ഇതിലൂടെ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി. അന്ന് രാത്രി പൂർണ്ണചന്ദ്രനായതുകൊണ്ട് ഭൂമിക്ക് നല്ല പ്രകാശമുള്ള വെളിച്ചം കിട്ടി. എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് സുരേഷ് ഇങ്ങനെ പറഞ്ഞു. ആ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിലാവുണ്ടല്ലോ, നിലാ വെളിച്ചത്തിൽ ഞങ്ങൾ കല്യാണം കഴിച്ചോളാം. കല്യാണം വളരെ ആർഭാടത്തോടെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അടുത്ത ദിവസം അതൊരു വലിയ വാർത്തയായും മാറി. ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ മകളുടെ കല്യാണം മൂൺ ലൈറ്റിൽ നടന്നെന്ന്. ഈ വാർത്ത കേട്ട് എല്ലാവരും ചന്ദ്രനെ ഒരുപാട് പ്രശംസിച്ചു. രാത്രി സമയങ്ങളിൽ ഗാർഡനിൽ ഇരുന്ന് സുരേഷും ഗീതയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ചന്ദ്രൻ എത്ര ഭംഗിയല്ലേ! പിന്നെ ഒരുപാട് യൂസ്ഫുള്ളുമാണ്. ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം പോലും നടക്കില്ലായിരുന്നു. അതെ എന്റെ പ്രിയതമേ, നിന്നെപ്പോലെ ആ നിലാവിനും എത്ര ഭംഗി. അവരുടെ വാക്കുകൾ കേട്ട് ചന്ദ്രൻ വീണ്ടും ഒരുപാട് സന്തോഷിച്ചു. കണ്ടു സൂര്യ, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നെന്ന്. ആ, ഞാനെല്ലാം കാണുന്നുണ്ട്. എന്നാൽ നിനക്കെന്താ അറിയില്ലേ? നിനക്ക് ഞാനില്ലെങ്കിൽ പ്രസക്തിയേ ഇല്ല. ഇല്ല സൂര്യ, എനിക്ക് നീയില്ലാതെയും നിലനിൽക്കാൻ കഴിയും. നിന്റെ വെളിച്ചം എനിക്ക് ആവശ്യമേ ഇല്ല. നന്നായി ചിന്തിക്കു ചന്ദ്ര. ഞാനില്ല എങ്കിൽ നിന്നെ കാണാൻ പോലും പറ്റില്ല. ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു. നീ എന്നെ പോലെയല്ല. ജനങ്ങൾ നിന്നെക്കുറിച്ച് നല്ലതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നിനക്ക് അസൂയയാണ്. നിനക്ക് വെള്ള നിറമായതുകൊണ്ട് നിനക്ക് അഹങ്കാരം കൂടുതലാണ്. ഞാൻ നിന്നെ കാണിച്ചു തരാം. അതിനുശേഷം സൂര്യൻ തന്റെ വെളിച്ചം ചന്ദ്രനെ കൊടുത്തതേയില്ല. അങ്ങനെ വെളുത്ത് സുന്ദരനായിരുന്ന ചന്ദ്രൻ കറുപ്പ് നിറത്തിൽ മാറി. പിന്നെ രാത്രി സമയങ്ങളിൽ വെളിച്ചം കൊടുക്കാനും കഴിഞ്ഞില്ല. അച്ഛാ, ചന്ദ്രൻ എന്തു പറ്റി? എന്താ വെളിച്ചമൊന്നും ഇപ്പോൾ തരാത്തത്? ഒരുപക്ഷേ ചന്ദ്രഗ്രഹണമായി കാണും. അതുകൊണ്ടാണ് വെളിച്ചം വരാത്തത്. പാവം ചന്ദ്രൻ, എത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ കണ്ണുവെച്ചതാ. ഇവിടെ സുരേഷും ഗീതയും ചന്ദ്രനെ ആലോചിച്ച് ഗാർഡനിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്താ ഇപ്പോൾ ചന്ദ്രനെ കാണാനില്ലാത്തത്? പാവം, എന്തു പറ്റിയോ ആവോ? നിന്നെപ്പോലൊരു സുന്ദരി അടുത്തുള്ളപ്പോൾ ആ നിലാവ് എങ്ങനെ വരാനാ പറ? നിന്നെ കണ്ടപ്പോൾ അത് ഒളിച്ചതാവും. അയ്യോ, നിങ്ങളും നിങ്ങളുടെ ഒരു തമാശയും. മറ്റൊരു വശത്ത് ചന്ദ്രനില്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും പിന്നെ രോഗങ്ങളും പിടിപെടാൻ തുടങ്ങി. ഇത് കണ്ട് സൂര്യൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ പകൽ സമയത്തും രാത്രിയിലും 2 നേരവും നിൽക്കുന്നു. ആ നിലാവ് ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ ഞാൻ ശരിയാക്കാം. ഇങ്ങനെ ചിന്തിച്ച് സൂര്യൻ 24 മണിക്കൂറും വന്ന് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ വെയിൽ കാരണം ചെടിയും മരങ്ങളും എല്ലാം ഉണങ്ങിപ്പോയിരുന്നു. നദികളിലുള്ള വെള്ളമെല്ലാം വറ്റിപ്പോയി. പിന്നെ ജനങ്ങൾക്ക് രോഗങ്ങളും പിടിപെട്ടു. ഇതെല്ലാം കണ്ട് ദേവന്മാരും ദേവിമാരും എല്ലാവരും വിഷമത്തോടെ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിനോട് ഈ പ്രശ്നത്തിനുള്ള കാരണവും ചോദിച്ചു. ബ്രഹ്മദേവ, ഭൂമിയിൽ താങ്കളിപ്പോൾ എന്തു ചെയ്യുകയാണ്? ബ്രഹ്മദേവൻ ദേവീദേവന്മാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ട് ദേവന്മാർ ഇങ്ങനെ പറഞ്ഞു. താങ്കൾ എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ഭൂമി മുഴുവനും നശിച്ചു പോകും.
നിങ്ങൾ ആരും വിഷമിക്കണ്ട, നാം ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യാം. ബ്രഹ്മദേവൻ ചന്ദ്രന്റെ അടുത്ത് പോയി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചന്ദ്രനോട് ചോദിച്ചു. അപ്പോൾ ചന്ദ്രൻ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഭൂമി ഇപ്പോൾ ഏതവസ്ഥയിലാണ് പോകുന്നതെന്ന്. അതിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും ബ്രഹ്മാവേ? സൂര്യൻ അസൂയയിൽ എനിക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റാത്ത രീതിയിലാക്കി. ബ്രഹ്മദേവൻ ചന്ദ്രൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് സൂര്യന്റെ അടുത്തേക്ക് പോയി. നിന്റെ ഈ പ്രവൃത്തി കാരണം ഭൂമി ഇപ്പോൾ നാശത്തിലേക്കാണ് പോകുന്നത്. നിനക്കെന്താ അത് മനസ്സിലാകുന്നില്ലേ? നമ്മോട് ക്ഷമിച്ചാലും ബ്രഹ്മദേവ, എന്നാൽ തെറ്റ് നമ്മുടെ ഭാഗത്തല്ല. ചന്ദ്രനാണ് തെറ്റ് ചെയ്തത്. നാം അവനോട് ക്ഷമിക്കുകയേയില്ല. സൂര്യനും ചന്ദ്രനും പറയുന്നത് കേട്ട് ബ്രഹ്മദേവന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. സൂര്യ, നീ മുതിർന്നവനാണ്, വളരെ ബുദ്ധിശാലിയും. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അല്ല ബ്രഹ്മദേവ, ഇതൊരു ചെറിയ കാര്യമല്ല. അവൻ സുന്ദരനായതുകൊണ്ട് ഒരുപാട് അഹങ്കാരത്തിലേക്ക് പോകുന്നു. അവൻ പറയുന്നതിനെല്ലാം നീ ശരി പറഞ്ഞു ബ്രഹ്മദേവ. അതുമാത്രമല്ല, ജനങ്ങൾ ഇവനെക്കുറിച്ച് പറയുന്നത് കേട്ട് ഇവൻ ഒരുപാട് അഹങ്കാരം കയറി. ആയതിനാൽ നാം അങ്ങനെ ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂര്യൻ കേൾക്കാത്തതുകൊണ്ട് ബ്രഹ്മദേവൻ ചന്ദ്രന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം ചന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ചന്ദ്രനും കേട്ടില്ല. ഇത് കാരണം ബ്രഹ്മദേവന് ഒരുപാട് ദേഷ്യം വന്നു. നാം നിനക്ക് ശാപം നൽകുന്നു. ബ്രഹ്മദേവൻ ദേഷ്യപ്പെടാൻ പോകുന്നുവെന്ന് ദേവീ ദേവന്മാർക്കെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എല്ലാ ദേവീ ദേവന്മാരും വന്നു. ബ്രഹ്മദേവ, താങ്കൾ ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ പ്രകൃതി തന്നെ നശിക്കും. ഇവിടെ ഭൂമിയിൽ സൂര്യന്റെ തീജ്വാല കാരണം ജനങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടി. നമ്മളോട് സൂര്യന് ഒരുപാട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നമ്മളെ ഇങ്ങനെ ഇട്ട് പുകയ്ക്കുന്നത്. ആ, നീ ശരിയായി പറഞ്ഞു. ഈ സൂര്യൻ നമ്മളെ ജീവനോടെ വിടില്ലെന്ന് തോന്നുന്നു. സൂര്യൻ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാനേ പറ്റില്ല. എന്നാൽ ഒരുപാട് അധിക നേരം ഇരുന്നാലും ജീവിക്കാൻ പറ്റുകയില്ല. ആ, നീ പറയുന്നത് ശരി തന്നെയാണ് മോളെ. അവിടെ ബ്രഹ്മദേവന്റെ ദേഷ്യത്തെയും പിന്നെ ഇവിടെ ഭൂമിയിൽ ജനങ്ങളുടെ കഷ്ടപ്പാടും കണ്ട് സൂര്യനും ചന്ദ്രനും അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി. ചന്ദ്രൻ സൂര്യന്റെ അടുത്തേക്ക് പോയി. ജ്യേഷ്ഠ സൂര്യ, നമ്മോട് ക്ഷമിക്കൂ. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നാം അത് സമ്മതിച്ചു തരുന്നു. അനുജ, നീയും നമ്മോട് ക്ഷമിക്കൂ. നാം നിന്നോട് അഹങ്കാരത്തോടെ പെരുമാറി. നീയില്ല എങ്കിൽ എനിക്കും നിലനിൽപ്പേയില്ല. അതെ, നിങ്ങൾ രണ്ടുപേരിൽ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്ക് നിലനിൽപ്പേയില്ല. ചന്ദ്രൻ വീണ്ടും തിരിച്ച് വെളുത്ത് സുന്ദരനായി മാറി. അങ്ങനെ ഭൂമിയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. പാഠം: ഏതു മനുഷ്യനാണെങ്കിലും ഏതൊരു വസ്തുവാണെങ്കിലും ഒരാളില്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും എല്ലാത്തിനെയും സമമായി കാണണം.